സോ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സോ ഇന്ന് നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വന്നേക്കാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് നമ്മളിന്നൊരു വിൻഡ് മില്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ വിൻഡ് മില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു വൈബിന് മാച്ചാന്ന് തോന്നുന്നു. സോ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു നമ്മുടെ വീറ്റിൻ്റെ ഈ ഒരു സംഭവം ഏരിയ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്കായിട്ട് പണിയാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ രസമുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ രസമുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഇവിടെയായിട്ടാണ് ഞാൻ പണിയാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ പണിയാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു വലിയൊരു മലയുണ്ടായിരുന്നു. ആൻഡ് ആ മല മൊത്തം ഞാൻ കുത്തിയിരുന്ന് മാറ്റിയിട്ടാണ് ഇവിടെ ഇത്രയും പ്ലെയിൻ ആക്കിയത്. ഇപ്പോൾ കാണാൻ കുറച്ചും കൂടി സ്ഥലമുള്ള പോലെ ഫീൽ ആവുന്നുണ്ട്. നേരത്തെ ഇവിടെ ഭയങ്കര എന്തുപോലെ ആയിരുന്നു. ആൻഡ് കുറേ ഞാൻ ഇതേപോലെ ബാരലിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ആവശ്യമുള്ളത്. അപ്പം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓടണ്ടല്ലോ, അതുകൊണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് പൊട്ടിച്ചിട്ട് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഒരു സംഭവം സെറ്റാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ കുറച്ച് സ്പേസ് ആക്കുന്നുണ്ട്. ദെൻ നമ്മൾ കോബിൾ സ്റ്റോൺ എടുത്തതിന് ശേഷം ഒരു റൗണ്ട് പോലെ, ഏകദേശം ഒരു റൗണ്ട് പോലെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഭയങ്കര വലുതായി പോയെന്ന്, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് കുറച്ച് ചെറുതായി പോയെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഏകദേശം സെറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഒരു വട്ടം പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ അത്രയും വട്ടം പോലെ ആക്കി എടുത്തുകൊണ്ടിരിക്കുവാണ്. സോ കോബിൾ സ്റ്റോൺ ആണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. അതാണ് ഈ ഒരു അടിഭാഗത്ത് ഒരു തറയുടെ ലുക്കിന് സെറ്റായിട്ടുള്ളത്. സോ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മേപ്പോട്ടേക്ക് ഒരു 3 ബ്ലോക്ക് ഹൈയിൽ മേപ്പോട്ടേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് കംപ്ലീറ്റ് വട്ടത്തിൽ ആക്കുക. അത് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 4 ബ്ലോക്ക്, നമ്മൾ ഓൾറെഡി അടിയിലൊരു ബ്ലോക്ക് വെച്ചതുകൊണ്ട് ഇനി 3 ബ്ലോക്കും കൂടെ, അങ്ങനെ ഫുള്ള് 4 ബ്ലോക്ക് ഹൈയിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. സോ അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്ക് ബാക്കി ഇമ്പോർട്ടേക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ട്യൂട്ടോറിയൽ നോക്കി തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ കൂടുതലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചെയ്തത്. കുറച്ചൊക്കെ ഞാൻ ട്യൂട്ടോറിയൽ നോക്കുകയുള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ഇത്രയും നമ്മൾ സെറ്റാക്കി, ഇത്രയും ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഒരു രസമാണല്ലോ ഡീറ്റെയിലിങ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വേറെ ടൈപ്പ് ഓഫ് ഇതുപോലത്തെ മോസ് ബ്ലോക്കല്ല, ഇത് ഇങ്ങനത്തെ ബ്ലോക്ക്, അതിന് കുറച്ച് ഇങ്ങനെ പൊട്ടിയ പോലത്തെ ബ്ലോക്ക്, അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഡീറ്റെയിലിംഗ് കിട്ടും, നല്ലൊരു രസം ഉണ്ടാവും കാണാൻ. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിൽഡ് കുറച്ചും കൂടി ഒരു എടുത്ത് നിൽക്കാനും കുറച്ചുകൂടി ഒരു ലുക്ക് ആവാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതായത് നമ്മൾ ഫുള്ള് സെറ്റാക്കി. ദെൻ ഇത്രയും പണിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന കാര്യം ഓർത്തത്. പിന്നെ പെട്ടെന്ന് റെക്കോർഡറൊക്കെ ഓണാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഒന്നുമില്ല, ഒരു സ്റ്റെയർസ് വെച്ചു, ദെൻ അതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനത്തെ ഒരു സ്ലാബ് വെച്ചു. അപ്പോൾ അത്രയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മേപ്പോട്ടേക്ക് വാള് ആക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്ലാങ്ക്സ് ഒരു 3 ബ്ലോക്ക് ഹൈയിൽ ഇതുപോലെ ഒരു ഏകദേശം ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 4 സൈഡിലും ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ ഓക്ക് ലോഗ് എടുത്തിട്ട് ഈ 2 സൈഡിൽ എടുക്കണം. ഈ ഒരു കോമ്പിനേഷനാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലെ നമ്മൾ ഓക്ക് വെക്കുക, ദെൻ പ്ലാങ്ക്സ് വെക്കുക. ഈ ഒരു രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ ആ ഒരു രീതി നമ്മൾ ഫുള്ള് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു വാളിൻ്റെ ഭാഗം സെറ്റായി. ഇനി നമുക്ക് മണ്ടയിലോട്ട് മേൽക്കൂര പോലത്തെ സംഭവം, അങ്ങനത്തെ ഒരു സാധനം പണിയണം. അതിന് നമ്മൾ ഈ ഒരു സ്റ്റെയർസ് വെച്ചിട്ട് ഇതുപോലെ 4 സൈഡിലും കറക്കി ഇതുപോലെ സ്റ്റെയർസ് വെക്കുകയാണ്. ഇതിൽ അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്തത്. ഞാനാണെങ്കിൽ കുറച്ച് നീളം കുറച്ചു. ഒരു 4 ബ്ലോക്ക് വെക്കാനുണ്ടെങ്കിൽ 3 ബ്ലോക്ക് ഞാൻ വെച്ചുള്ളൂ. പക്ഷെ ലാസ്റ്റ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി നീളം കൂട്ടാമായിരുന്നു എന്നാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും വലിയ ബിൽഡായിട്ട് തന്നെയാണ് ഇതുള്ളത്. നീളത്തിന് അത്യാവശ്യം നീളം ഉണ്ട്. അപ്പം അത് ഞങ്ങൾ ബാക്കിലോട്ട് സ്ലാബ് വെക്കുകയാണ്. സ്ലാബ് വെച്ചിട്ട് ഇതുപോലെ 4 സൈഡിലും ഫുള്ള് സ്ലാബ് വെക്കുമ്പോൾ നടുക്കൊരിച്ചിരി സ്ഥലം ഒരു ബ്ലോക്ക് മാത്രമായിട്ട് ഇങ്ങനെ കിട്ടും. ഇത്രയും ഈ ഒരു രീതി നമ്മൾ ചെയ്യാണ്. അങ്ങനെ നമ്മൾ അത്രയും ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരു 2 ബ്ലോക്ക്, ഒരു 3 ബ്ലോക്ക് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഈ സൈഡിലായിട്ട് വീണ്ടും 4 സൈഡിലായിട്ട് 3 ബ്ലോക്ക് ഹൈയിൽ വെക്കുകയാണ്. ദെൻ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ലാബ് അല്ല ഓക്ക് ലോഗ് എടുത്തിട്ട് വീണ്ടും ഈ സൈഡെല്ലാം ഫില്ല് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് ഫില്ലാക്കി. ഇനി
എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ മണ്ടയിലോട്ട് ഈ 4 സൈഡിലും പ്ലാങ്ക് വെക്കുകയാണ്. ആൻഡ് പിന്നെ ഞാൻ ഒരു ഹൈയും കൂടെ ആക്കി, കുറച്ച് ചെറുതായാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കുറച്ചും കൂടെ ഹൈ ആക്കി. എന്നിട്ട് ഈ നടുക്കൊരു ബ്ലോക്ക് ചുമ്മാ ഇരുന്നത് അത് ഞാൻ പൊട്ടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 4 സൈഡിൽ സ്ലാബ് വെക്കുക. അപ്പോൾ ഒരു സ്ക്വയർ പോലെ ആവും ഏകദേശം. അത്രയും സെറ്റാക്കി കഴിയുമ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനും മേപ്പോട്ടേക്ക് വേണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. പക്ഷെ ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ മേൽക്കൂരയുടെ പണി തുടങ്ങാം. അറിയാലോ, എനിക്ക് എപ്പോഴും മേൽക്കൂര പണിയുമ്പോൾ ഭയങ്കര ടഫായി ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മേൽക്കൂര പണിയുന്നത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് സാധാ മേൽക്കൂര പോലെ തന്നെയാണ് ഞാൻ പണിഞ്ഞത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മേൽക്കൂര കൂടെ സെറ്റാക്കി കഴിയുമ്പോൾ നമ്മുടെ ഏകദേശം ഈ ഒരു ബിൽഡിൻ്റെ പകുതിയുടെ പകുതി ഭാഗവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമുക്കിനി മറ്റേ കറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ, വൂള് വെച്ചിട്ട് അത് സെറ്റാക്കണം. പിന്നെ കുറേ വൂളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഷീപ്പിൻ്റെ ആ ഒരു ഇത് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വൂളൊക്കെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഫുള്ള് സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു ബിൽഡ് ഇത്രയും സെറ്റാക്കി നല്ല രസമുണ്ട് തോന്നുന്നു കാണാനായിട്ട്. എനിക്ക് ഏകദേശമൊക്കെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിൻ്റെ മണ്ടയിൽ കയറി നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു ഏരിയ നമ്മൾ ഇത്രയും ബിൽഡാക്കി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ് കാണാനായിട്ട്. ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം. അങ്ങനെ നമ്മളത് ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മുടെ കറങ്ങുന്ന സാമാനം ഉണ്ടല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് അടുത്തത്. നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇതേപോലെ ഫ്രണ്ടിലോട്ടൊരു 3 ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് ഇതേപോലെ ചെയ്യണം. എന്നിട്ട് ഞാൻ ബാരൽ യൂസ് ചെയ്ത് 4 സൈഡിലും ബാരൽ തിരിച്ച് ഇങ്ങനെ കറക്കി വെക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്സ് അതിൻ്റെ ബാക്കിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഗൈസ്. ഭയങ്കര ടെക്നോളജിയെ പോലത്തെ ഭയങ്കര സംഭവമാണ്. കാരണം ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടതുപോലെയുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ വേറൊരു വീഡിയോ കണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമല്ലോ. പിന്നെ ഞാൻ എൻ്റേതായ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ കോപ്പി പേസ്റ്റാണെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ സെറ്റാണ്. ഇനി നമുക്കത് താഴ്ഭാഗത്തൂടെ ബാരൽ വെച്ച് ചെയ്യുമ്പോൾ ഒരു വട്ടത്തിൽ ഒരു സോറി ഗൈസ്, ഇത് ഇങ്ങനെ ഞാനൊരു 100 വട്ടം ഈ ബിൽഡിൽ വീണിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം ചത്തും പോയി സോറി, പിന്നെ റീസ്പോണായിട്ട് വന്നതാണ്. ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബിൽഡിലൊരു പ്രോബ്ലമായിട്ട് തോന്നിയത്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വീഴ്ച കാര്യങ്ങളൊക്കെ. ഇനി നമ്മളൊരു ബ്ലോക്ക് ഫ്രണ്ടിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ 4 സൈഡിലായിട്ട് ഈ ഒരു ഗ്രൈൻഡ് സ്റ്റോൺ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു വൂളൊക്കെ നമ്മൾ ഈ ഒരു ഗ്രൈൻഡ് സ്റ്റോണിൻ്റെ സൈഡിൽ കൂടെ വെക്കുന്നത്. അങ്ങനെ വെക്കുന്ന സമയത്ത് അതിങ്ങനെ കറങ്ങുന്ന ഒരു സാധനമാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അത്രയും സെറ്റാക്കി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ വൂളിൻ്റെ പരിപാടി തുടങ്ങാം. ആൻഡ് ഈ വൂളിൻ്റെ പരിപാടി കുറച്ച് മെനക്കേടായിരുന്നു. കാരണം കുറച്ച് തല പുകഞ്ഞു ഗൈസ്. കാരണം ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുകയും വേണം, ഒരു കറങ്ങുന്ന ലുക്കും വേണം, ഒരുപാട് അങ്ങനെ ഓവറായിട്ടുള്ളൊരിതും വേണ്ട. ഓവർ സ്ട്രെയിറ്റ് ആവാൻ പാടില്ല, ഓവർ ചരിയാൻ പാടില്ല, ഓവറായിട്ട് കറങ്ങാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടും അത്യാവശ്യം പാടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ഇത്രയും നാളത്തെ എൻ്റെ മൈൻക്രാഫ്റ്റ് ജീവിതത്തിൽ വെച്ച് ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ച് തരാം ഗായ്സ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ പറയാൻ പറ്റത്തില്ല ഗൈസ്, നമ്മൾ ഒരു ശിഖരം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ആ 4 സൈഡിലും വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയത് നമ്മുടെ വിൻഡ്മിൽ കുറച്ച് ചെറുതായി പോയോ എന്നാണ്. പക്ഷേ ലുക്കിംഗ് ഗുഡ്, അത് മതി ഗൈസ്. പെർഫെക്റ്റ് ആണ്. ഇംപെർഫെക്റ്റ് ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ തന്നെ ബിൽഡ് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. അമ്മാതിരി രസമുണ്ട് കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ബിൽഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. സോ ബൈ.